സുജിചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഈ പറഞ്ഞ പോലെ ഇന്നലെ വാർത്തകളുടെ കെട്ടഴിഞ്ഞ് വീണ ദിവസമായിരുന്നു ഈ പറയുന്ന കേരള സ്റ്റോറി ഉണ്ടായിരുന്നു. കെജ്രിവാൾ കുറ്റവിമുക്തനായത്, അങ്ങനെ മന്ത്രി ആശുപത്രിയിൽ നിന്ന് പോയത്, ഡിസ്ചാർജ് ആയത്, ഇതടക്കം നിരവധി വാർത്തകൾ. നിങ്ങൾ ആഷിക്കിപ്പോൾ സംസാരിച്ച കേരള സ്റ്റോറിയെക്കുറിച്ച് തന്നെ ഓർക്കുകയായിരുന്നു. അത് മിക്ക പത്രങ്ങളിലും അതുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാഭാവിക പരിസരങ്ങളിലുള്ള കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഈ കാലത്ത് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നു എന്നത് നമ്മൾ വന്നെത്തി നിൽക്കുന്ന കാലത്തിൻ്റെ പ്രത്യേകത. ഈ കറുത്ത കാലത്ത് ചിലപ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വാഭാവികതകൾ പോലും നമുക്ക് പറയേണ്ടി വരുന്നു എന്നുകൂടി മാത്രം. നമുക്ക് മാതൃഭൂമിയിൽ നിന്ന് തന്നെ തുടങ്ങാം, ഇതേ വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതല്ല, ഇതാണ് കേരളം എന്നാണ് രണ്ട് വാർത്തകൾക്ക് ഒരേ കോമൺ തലക്കെട്ട് നൽകിയിട്ടാണ് വച്ചിരിക്കുന്നത്. ഇതല്ല കേരളം, സ്വാഭാവികമായിട്ടും കേരള സ്റ്റോറി രണ്ടിൻ്റെ സ്റ്റേ നീക്കി അത് തിയേറ്ററുകളിലെത്തും. ഇന്നലെ കോഴിക്കോട് നിന്ന് വന്ന വാർത്ത ഏതായാലും ആശ്വാസം ആണ്. സ്ക്രീനിൽ വിളമ്പി വച്ച ഈ വിഷം കാണാൻ വേണ്ടി ആകെ 2 പേരേ വന്നുള്ളൂ. അതുകൊണ്ട് സ്ക്രീൻ ഷോ നടന്നില്ല എന്നുള്ള കാര്യം. സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. കേരള സ്റ്റോറി ഈ വിഷലിപ്ത നിർമ്മിതി പ്രദർശിപ്പിക്കാൻ എത്തുമെന്ന വാർത്ത ഒന്നാമത്. അത് ഇതല്ല എന്ന് മാതൃഭൂമി പറയുന്നു. പിന്നെ എന്താണ് കേരളം? ഇതാണ് കേരളം. ക്ഷേത്രമുറ്റത്ത് സമൂഹ നോമ്പുതുറയ്ക്ക് വേദിയൊരുക്കി അരവത്ത് മട്ടങ്ങാനം കഴകം പൂബാണം കുഴി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് മുമ്പിൽ മുസ്ലിം മതവിശ്വാസികൾ ഒന്നിച്ചിരുന്ന് ക്ഷേത്രമുറ്റത്തിരുന്ന് നോമ്പ് തുറക്കുന്ന ചിത്രവും അതിലുണ്ട്. ഒപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇപ്പോൾ ആഷിക്ക് സംസാരിച്ച കാര്യം, ആതിഥേയരാകുമെന്ന് പാളയം ഇമാം. വിശ്രമത്തിന് മസ്ജിദുകളിലടക്കം സൗകര്യമൊരുക്കണമെന്ന് ഇമാം നൽകിയ സന്ദേശവും മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് കേരള സ്റ്റോറി എന്ന് ആവർത്തിക്കുന്നു. ഒപ്പം മന്ത്രി എവിടെ എന്ന് ഇന്നലെ പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. വീണ ജോർജ്. മന്ത്രി വീട്ടിലുണ്ട് എന്നാണ്. വീണ ജോർജ് എവിടെ എന്നതിന് പകൽ മുഴുവൻ അഭ്യൂഹം ആയിരുന്നു എന്ന് മാതൃഭൂമി പറയുന്നു. വീട്ടിൽ വിശ്രമത്തിലെന്ന് രാത്രി പത്രക്കുറിപ്പ്. വെള്ളിയാഴ്ച പുലർച്ചെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. മന്ത്രി ഇപ്പോൾ വീട്ടിലുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ വാർത്ത. സ്വാഭാവികമായിട്ട് ഒന്നാം വാർത്ത തന്നെ മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് കെജ്രിവാളിനെ വെറുതെ വിട്ടു, കള്ളക്കേസെന്നാണ്. 2 കാർട്ടൂണുകളുടെ അടക്കം അകമ്പടിയോടെ ഒന്നാമത്തെ പേജിൽ. നമ്മളെല്ലാവരും ഇന്നലെ അറിഞ്ഞ വാർത്തയായതുകൊണ്ട് മൂന്നാമത്തെ പേജിൽ ആ കെജ്രിവാളിൻ്റെ കോടതി മുറ്റത്തെ കരച്ചിൽ. പൊട്ടിക്കരഞ്ഞ് കെജ്രിവാൾ. പാർട്ടിയെ തകർക്കാൻ മോദിയും ഷായും നടത്തിയ ഗൂഢാലോചനയാണിത്. നുണകളുടെ ചിലന്തിവല ജുഡീഷ്യറി മുറിച്ചു എന്ന് കെ കവിത പറയുന്നു. മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ. ഉണങ്ങാത്ത മുറിവുകളുടെ രാഷ്ട്രീയം എന്ന പേരിൽ ഒരു അഭിപ്രായക്കുറിപ്പ് മനോജ് മേനോൻ ഡൽഹിയിൽ നിന്ന് എഴുതിയിരിക്കുന്നു. നയം ഫലിക്കാത്തത്, മദ്യനയക്കേസിലെ നയം പ്രതിഫലിക്കാത്തത് കുറ്റകൃത്യമല്ല, നയരൂപീകരണത്തിൽ പങ്കെടുത്തു എന്നത് ക്രിമിനൽ ഗൂഢാലോചനയല്ല എന്ന കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണവും അതിനൊപ്പം ഒരു സൈഡ് വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നു. മനോരമ എടുത്താൽ തെലങ്കാന മുന്നേറുന്നു എന്ന തെലങ്കാന സർക്കാരിൻ്റെ പരസ്യമാണ് കേട്ടോ. ഇന്നത്തെ മാതൃഭൂമിയുടെയും മനോരമയുടെയും ജാക്കറ്റാണ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഉള്ളിലേക്ക് പോയാൽ കെജ്രിവാൾ എന്തിനായിരുന്നു ജയിൽ എന്നാണ് ചോദിക്കുന്നത്. കെജ്രിവാളും സിസോദിയും 23 പ്രതികളും കുറ്റവിമുക്തർ എന്ന വാർത്ത ആ രൂപത്തിൽ ഒന്നാമതായി തന്നെ മനോരമ കൊടുത്തിരിക്കുന്നു. ഹൈക്കോടതിയിൽ അപ്പീലുമായി CBI പോകും. സമ്പാദിച്ചത് സൽപ്പേര് മാത്രമേ ഇൻസെറ്റിൽ കൊടുത്തിരിക്കുന്നു. വിധിയിൽ വിതുമ്പി. മദ്യനയക്കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട കോടതി വിധി അറിഞ്ഞതിനു ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വിതുമ്പുന്ന കെജ്രിവാൾ. കണ്ണു നിറഞ്ഞ് ശബ്ദമിടറി കെജ്രിവാൾ. അദ്ദേഹം പറഞ്ഞത് കെജ്രിവാൾ അഴിമതിക്കാരനല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പരിഭാഷയാണ്. സൽപ്പേര് മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ. മോദിയും അമിത്ഷായും ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത്. ഒരുപക്ഷെ ആദ്യമായാണ് മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കിക്കൊണ്ടുപോയി ജയിലിലടച്ചത്. ഇത് പറയുമ്പോൾ സിസോദിയ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ആ ചിത്രവും ഒപ്പമുണ്ട്. ക്യാപ്റ്റൻ പിണറായി നയിക്കുമെന്നുള്ള വാർത്ത ഒട്ടുമിക്ക പത്രങ്ങളുടെയും ഇന്നത്തെ പ്രധാന വാർത്തയാണ്. അതിൻ്റെ ഒരു സൈഡ് വാർത്ത മനോരമ ഉള്ളിൽ നൽകുന്നു. ഉദ്വേഗം, ശൈലജയ്ക്ക് സീറ്റുണ്ടോ എന്നാണ് ആ വാർത്ത. അതായത് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയ്ക്ക് സീറ്റുണ്ടോ എന്നാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചോദിച്ചേരുമ്പോൾ ഉദ്വേഗമുയർത്തുന്ന ചോദ്യം. സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ ശൈലജയുടെ പേര് ഒഴിവാക്കിയുള്ള പട്ടികയാണ് അവതരിപ്പിക്കപ്പെട്ടത്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആണ് അവതരിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് പ്രതിനിധികൾ അഭിപ്രായം പറയാത്ത പതിവില്ലാത്തതുകൊണ്ട് അവിടെ ഏതായാലും ശൈലജ അഭിപ്രായം പറഞ്ഞില്ല. പേരാവൂർ ഉൾപ്പെടെ മറ്റെവിടെയെങ്കിലും ശൈലജയെ മത്സരിപ്പിച്ചുകൂടെയെന്ന് ചില ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ചോദിച്ചു. ടേം വ്യവസ്ഥയിൽ ഇളവോടെ ശൈലജ മത്സരിക്കട്ടെ എന്ന് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചാലും ഒരുപക്ഷെ തീരുമാനിക്കാൻ സാധ്യതയുള്ളത് മട്ടന്നൂരിലാകാൻ സാധ്യത കുറവാണ് എന്ന് മനോരമ പ്രവചിക്കുന്നു. ഒപ്പം ഡൽഹി AKG ഭവനിൽ നിന്ന് CPM പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രം. പൂക്കളുടെ പശ്ചാത്തലത്തിൽ നല്ല പൂക്കളാണല്ലോ, മാറ്റമൊക്കെ ആയിട്ടുണ്ട്, നല്ല മാറ്റം വന്നു എന്ന് പിണറായി അതോടൊപ്പം പറഞ്ഞു അത്രേ. UN അധ്യക്ഷയാകാൻ മെലാനിയ എന്ന മറ്റൊരു വാർത്ത. ഐക്യരാഷ്ട്ര സംഘടന UN മെലാനിയാരാണെന്ന് നമുക്കറിയാമല്ലോ. ട്രംപിൻ്റെ
പാർട്ട്ണറാണ്, പത്നിയാണ്. ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയുടെ ചരിത്രത്തിലാദ്യമായി ഒരു രാജ്യത്തിൻ്റെ പ്രഥമ വനിത അധ്യക്ഷയാകുന്നു. അമേരിക്കയുടെ പ്രഥമ വനിത മെലാനിയ ട്രംപാണ് തിങ്കളാഴ്ചത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ അധ്യക്ഷത സ്ഥാനം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാര്യ നിർവഹിക്കാൻ പോകുന്നു. അവർ സ്വന്തം നിലയിൽ ഒരു യുദ്ധവിരുദ്ധ പ്രവർത്തകയാണ് എന്ന മട്ടിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ റീഹാബിലിറ്റേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ പ്രവർത്തകയാണെന്ന രൂപത്തിലാണ് അവരെ ഇതിനെ നിയോഗിച്ചതെന്ന് പറയുന്നു. സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്നവർ എന്ന വാചകം അറിയാതെ ഓർക്കുന്നു. ദേശാഭിമാനിയിൽ ഒന്നാമത്തെ പേജ് പിണറായി വിജയൻ നയിക്കും എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF പ്രചാരണത്തിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകുമെന്ന് MA ബേബി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വാർത്ത ഏറെ നാളെ എയറിലുണ്ടായിരുന്ന വാർത്തയ്ക്ക് ഇന്നലെ ജനറൽ സെക്രട്ടറി ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയതോടെ ദേശാഭിമാനി സ്വാഭാവികമായിട്ടും അത് ഒന്നാമത്തെ വാർത്തയാക്കുന്നു. അടുത്ത വാർത്ത അതിജീവന ടൗൺഷിപ്പിൻ്റെ ഉദ്ഘാടനം നാളെയാണ്. ഉയിർപ്പിൻ്റെ പുലരിയിലേക്ക് വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ട 178 കുടുംബങ്ങൾക്കുള്ള വീടിൻ്റെ താക്കോൽദാനവും സ്ഥലത്തിൻ്റെ പട്ടയവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൈമാറും. ഇതേപോലെ മനോഹരമായ ആ ടൗൺഷിപ്പിലെ വീടുകളുടെ ചിത്രം പൂക്കളുടെ പശ്ചാത്തലത്തിൽ ദേശാഭിമാനിയിൽ പ്രധാന വാർത്തയായി വരുന്നു. 14-ാമത്തെ പേജിൽ സ്വാഭാവികമായിട്ടും ഈ പുതുയുഗ യാത്രയ്ക്ക് എതിരെ ഉള്ള ഒരു യാത്ര ദിവസവും ദേശാഭിമാനിയിൽ ഉണ്ടാകും. തിരിച്ച് CPM-നെതിരായുള്ള വാർത്ത വീക്ഷണത്തിലുമുണ്ടാകും. സ്നേഹത്തള്ള് ചെങ്ങന്നൂരിൽ നടന്നു എന്നുള്ളതാണ്. നടു റോഡിൽ പുതുയുഗ യാത്രക്കിടയിൽ നടന്ന തമ്മിലടിയെക്കുറിച്ചാണ് വാർത്ത. ചെങ്ങന്നൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ യാത്രാ സ്വീകരണത്തിനിടെ സേവാദൾ വാളണ്ടിയറെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ ദൃശ്യം എന്നതടക്കം അതിലുണ്ട്. ഏതായാലും ചന്ദ്രിക കൂടി നോക്കിപ്പോണം. ചന്ദ്രികയുടെ ഒന്നാമത്തെ പേജിൽ സ്നേഹഭവനങ്ങളുടെ സമർപ്പണം ഇന്ന്. മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല 105 വീടുകളിൽ 51 വീടുകളുടെ താക്കോൽ കൈമാറ്റം ഇന്നാണ് എന്ന വാർത്തയാണ്. സ്നേഹവാതിൽ തുറക്കുന്നു എന്ന് തന്നെ പ്രധാന വാർത്തയുമുണ്ട്. മുസ്ലിം ലീഗ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ഭവന കൈമാറ്റം. വീടുകൾക്ക് മുമ്പിൽ നിന്ന് സെൽഫി പകർത്തുന്ന ഒരു പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ചിത്രം അതിലുണ്ട്. കേരള കൗമുദിയിൽ ഒന്നാമത്തെ വാർത്ത പാക് അഫ്ഗാൻ തുറന്ന യുദ്ധം എന്നുള്ളതാണ്. 2 പ്രധാന പേജുകളുണ്ട് ഇന്ന്. ഏതായാലും അവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. 500-ലധികം പേർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാബൂളിലടക്കം ബോംബ് വർഷം നടക്കുന്നു. പാകിസ്ഥാനിലേക്ക് ഡ്രോൺ ആക്രമണം. 274 പേരെ വധിച്ചെന്ന് പാകിസ്ഥാൻ പറയുന്നു. അനൗദ്യോഗികമായി 500-ലേറെ പേർ മരിച്ചു. ഒക്ടോബറിൽ തുടങ്ങിയ സംഘർഷം ഇപ്പോൾ ഒരു പരിപൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് മാറിയതിനെക്കുറിച്ച് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. മംഗളത്തിൽ സഭാതർക്കം പരിഹാരം തേടി നരേന്ദ്രമോദി എന്നുള്ള വാർത്തയാണ്. ഇന്നലെ ഏതായാലും ആഗോള സുറിയാനി സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച വാർത്ത. അതിനുശേഷം 2.5 മണിക്കൂർ ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. പാത്രിയാർക്കീസ് ബാവയ്ക്ക് സഭാതർക്കത്തിൽ ഇടപെടുമെന്ന് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ് മംഗളം പ്രധാന വാർത്തയാക്കുന്നു. വീക്ഷണം ഒളിഞ്ഞുനോട്ടം സ്ത്രീകളോടല്ല വേണ്ടു, സ്ത്രീ സുരക്ഷാ പദ്ധതിയിലും ഡാറ്റ ചോർച്ചയെന്ന വീക്ഷണം പറയുന്നു. അടുത്തത് അത്ഭുത രോഗശാന്തി എന്ന് കളിയാക്കുന്നു ആരോഗ്യമന്ത്രിയെ. ആരോരും അറിയാതെ ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് വീക്ഷണം ആക്ഷേപിക്കുന്നു. സേതു.